ഹായ് ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണൂടെ ക്ലിക്ക് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കിട്ടല്ല. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഈ മാസം ഇറങ്ങിയിട്ടുള്ള ഏറ്റവും പുതിയ കിടിലൻ യൂസ്ഫുള്ളും അതുപോലെ ഇൻട്രസ്റ്റിംഗും ആയിട്ടുള്ള 5 ആപ്ലിക്കേഷൻസിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ആ 5 ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി വാൾപേപ്പർ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻ്റർഫേസാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഇത് നമ്മുടെ ലൈവ് ലൊക്കേഷൻ ഇങ്ങനെ കാണിച്ചുകൊണ്ട് അപ്പോൾ നമ്മൾ എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ നമുക്ക് ലൈവായിട്ട് അറിയാൻ പറ്റുന്നൊരു കിടിലൻ ആപ്ലിക്കേഷനാണ്. ഈ താഴെ കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് വാൾപേപ്പർ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കുക്കിങ്ങൊക്കെ ഇഷ്ടമുള്ളവർക്കും അതുപോലെ കുക്ക് ചെയ്യാൻ അറിയാത്തവർക്ക് അത് പഠിക്കാനും വേണ്ടിയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസാണ് നമുക്ക് കാണാൻ പറ്റുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് ഇതിലിങ്ങനെ സെർച്ച് ചെയ്തിട്ട് അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് ഈസി ആയിട്ട് നോക്കാം. നിങ്ങൾക്ക് കുക്കിംഗ് അറിയുന്നില്ല എന്നുണ്ടെങ്കിലും ഇതിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വളരെ യൂസ്ഫുള്ള്, കുക്കിങ്ങൊക്കെ ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണിത്. വീട്ടമ്മമാർക്കും അതുപോലെ ഈ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവർ അങ്ങനെ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ ഇങ്ങനെ ഓപ്ഷൻസ് ആയിട്ട് ഇതങ്ങനെ കാണുന്നുണ്ട്. ഇവിടെ ലഞ്ച്, അപ്പോൾ ലഞ്ചിനുള്ള ഫുഡ് ഐറ്റംസ് ഇതിൽ കാണാം. ഡിന്നർ, സ്നാക്ക്, ഡെസേർട്ട്, അങ്ങനെ എല്ലാ ഓപ്ഷൻസും ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിതിൽ ഏതെങ്കിലും ഒരു സ്നാക്സിൽ ഏതെങ്കിലും ഒരു ഐറ്റം എടുത്ത് നോക്കാം. ഇതിൻ്റെ കുക്കിംഗ് ടൈം അടക്കം ഇതിൽ കാണുന്നുണ്ട്, കണ്ടോ, 10 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിലിതാ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുക്കിംഗ് ടൈം എത്രയാണെന്നൊക്കെ ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളിതൊക്കെ നോക്കുക, ഓരോ ഫുഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് ഇതിൽ നോക്കിയിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ഫസ്റ്റ് എന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവരും വീഡിയോയിലൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾ എന്ത് ഫുഡാണ് ഉണ്ടാക്കിയതെന്ന്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ആപ്ലിക്കേഷൻ, നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ബസ്സിലോ കാറിലോ ഒക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് തലവേദന അതുപോലെ വൊമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി അങ്ങനെയൊക്കെ ഉള്ളവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. മോഷൻ സിക്നസ് എന്നൊരു കണ്ടീഷനാണത്. കൈനറ്റോസിസ് എന്നാണ് അതിന് പറയുന്നത്. ഇത് സംഭവിക്കുന്നത് ഇന്നർ ഇയറും കണ്ണും തമ്മിലുള്ള ആ ഒരു സിങ്കർണൈസേഷൻ, അതൊരു സയൻറ്റിഫിക് ടേമാണ്. നമ്മുടെ ബ്രെയിന് റിഫ്ലക്റ്റിംഗ് സിസ്റ്റം കാരണമാണ് അങ്ങനെ വൊമിറ്റ് ചെയ്യാനും അതുപോലെ തലകറക്കമൊക്കെ വരുന്നത്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ പെർമിഷൻസൊക്കെ അലോ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഇൻ്റർഫേസാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഇതിന് മുകളിൽ സെറ്റിങ്സിലൊക്കെ കണ്ട നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓട്ടോ സ്റ്റാർട്ടിങ് വെഹിക്കിളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വെഹിക്കിളിൽ പോകുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്ത് തുടങ്ങും. അങ്ങനെ നമ്മളിത് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫോണ് പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളെന്തെങ്കിലുമൊക്കെ വീഡിയോസോ അതുപോലെ എന്തെങ്കിലുമൊക്കെ കാണുന്ന സമയത്ത് ചെറിയൊരു ബബിൾസ് പോലെ ഇങ്ങനെ മൂവ് ചെയ്യുന്നത് കാണാൻ പറ്റും. അത് നമ്മുടെ കാറും നമ്മുടെ ഫോണും മൂവ് ചെയ്യുന്നതനുസരിച്ചിട്ട് അതിങ്ങനെ നമ്മുടെ കണ്ണുമായിട്ട് അലൈൻ ചെയ്തിട്ട് അത് ബ്രെയിനായിട്ട് സെറ്റായിട്ട് വരും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അങ്ങനെ വൊമിറ്റ് ചെയ്യാനോ അതുപോലെ തലവേദന അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സിലോ അതുപോലെ റിലേറ്റീവ്സിലൊക്കെ ആർക്കെങ്കിലും അങ്ങനത്തെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഉഡായിപ്പ് ആപ്ലിക്കേഷനാണ്. ഉഡായിപ്പ് എന്ന് പറഞ്ഞാൽ ചില സമയത്ത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഗേൾ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ ഫാമിലിയോടൊക്കെ കള്ളം പറഞ്ഞിട്ട് എങ്ങോട്ടെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിലൊക്കെ നിൽക്കുന്ന സമയത്ത് നിൻ്റെ ലൊക്കേഷൻ ഒന്ന് അയച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൊക്കേഷൻ ഫേക്ക് ചെയ്തുകൊണ്ട് അവർക്ക് അയച്ചു കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണിത്. അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ പെർമിഷൻസ് ചോദിക്കും. അപ്പോൾ അത് നമ്മൾ അലോ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിവിടെ സെർച്ച് ചെയ്യാം. ഇപ്പോൾ ഞാനൊരു സ്ഥലം സെർച്ച് ചെയ്യാണ്, കണ്ടോ. അപ്പോൾ കാലിക്കറ്റ് ബീച്ച്, അപ്പോൾ അവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന സ്ഥലം കാലിക്കറ്റ് ബീച്ചിലാക്കിയിട്ട് സെറ്റാവും. അത് നമുക്കത് നമ്മുടെ റിലേറ്റീവ്സിനും അതുപോലെ ഗേൾ ഫ്രണ്ട്സിനും ആർക്ക് വേണമെങ്കിലും ഇങ്ങനെ സെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ വെച്ച് ആരും മിസ്യൂസ് ചെയ്യാതിരിക്കുക, ജസ്റ്റ് ഒരു ഫണ്ണി ആപ്ലിക്കേഷനായിട്ട് കാണാം. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും റിലേറ്റീവ്സിൻ്റെ കല്യാണത്തിനോ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷന് പോകുന്ന സമയത്ത്
നമ്മുടെ റിലേറ്റീവായിട്ടുള്ള ആരെങ്കിലുമൊക്കെ വന്നിട്ട് മോന് എന്നെ മനസ്സിലായോ അല്ലെങ്കിൽ മോൾക്ക് എന്നെ മനസ്സിലായോ അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പം നമുക്ക് ശരിക്കും നമ്മുടെ ബന്ധത്തിലുള്ളവരൊക്കെ ചിലപ്പോൾ കണ്ടറിയുണ്ടാവും, പക്ഷേ അവരുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് ഇപ്പോഴത്തെ ജനറേഷൻ പ്രത്യേകിച്ച് അതൊന്നും അറിയില്ല. അതൊക്കെ നമ്മുടെ ഒരു പോരായ്മ തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ആപ്ലിക്കേഷൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ താഴെ കാണുന്ന ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഗെറ്റ് സ്റ്റാർട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ വെച്ചിട്ട് സൈൻ ഇൻ ചെയ്യാം. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവുക. അപ്പോൾ അതിൽ നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുക, മെയിൽ സെലക്ട് ചെയ്യുക, നമ്മളെല്ലാ ഡീറ്റെയിൽസും സെലക്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് കൊടുക്കുക. എൻ്റർ യുവർ ഫാമിലി നെയിം, നമ്മുടെ ഫാമിലി നെയിം എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഒരു നെയിം കൊടുക്കുകയാണ്. താഴെയുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഇവിടെ ഫാമിലി ട്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ക്രിയേറ്റ് എ ട്രീ കൊടുക്കുക. എന്നിട്ട് ഇവിടെ ക്രിയേറ്റ് ട്രീ ഫ്രം സ്ക്രാച്ച് എന്ന് കൊടുക്കുക. അപ്പോൾ ഇങ്ങനൊരു ഫാമിലി ട്രീ ആണ് ക്രിയേറ്റ് ആയിട്ട് വരിക. അതിൽ കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വഴിയെ നമ്മൾ പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം നമ്മുടെ ഡീറ്റെയിൽസ് ഇതിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ പേര് എഴുതിയിട്ടുള്ള അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വ്യൂ എന്നുള്ള ഇത് കൊടുക്കാം. അപ്പോൾ അതിൽ നമുക്ക് ഇവിടെ എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്തിട്ട് നമ്മളെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അതുപോലെ ഈ ഇൻഫോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെല്ലാ ഡീറ്റെയിൽസ് കൊടുക്കാം. നമ്മുടെ എഡ്യൂക്കേഷൻ ഹിസ്റ്ററി, വർക്ക് ഹിസ്റ്ററി, മീഡിയ ഹിസ്റ്ററി, കമ്മ്യൂണിറ്റി ഡീറ്റെയിൽസ്, സോഷ്യൽ മീഡിയേൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ നമുക്കിതിൽ കൊടുക്കാം. പിന്നെ മെമ്മറീസ് ഉള്ളിടത്ത് നമുക്ക് ആഡ് മെമ്മറി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലും ഫോട്ടോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അത് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആഡ് മദർ, ആഡ് ഫാദർ, ഇവിടെയൊക്കെ നമ്മൾ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഫോട്ടോ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ മാരീഡ് ആണെങ്കിൽ വൈഫ്, അത് കുട്ടികൾ, അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ കൊടുക്കാം. അങ്ങനെ നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാതും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരുടെയും ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞ് നമ്മൾ അത് സേവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഫാമിലിയുടെ പേരൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരു ട്രീ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ അതുപോലെ നമ്മുടെ അനിയത്തിക്കോ ചേട്ടനോ അങ്ങനെ എല്ലാവർക്കും ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഇത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവരിത് ഓപ്പൺ ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മുടെ അച്ഛനാണ് ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അച്ഛൻ്റെ ഡീറ്റെയിൽസ്, അച്ഛൻ്റെ അമ്മ, അതുപോലെ സിബ്ലിങ്സ് ആയിട്ടുള്ള അനിയനോ ചേട്ടനോ ചേച്ചിയോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, ഫോട്ടോ, സോഷ്യൽ മീഡിയ എല്ലാതും കൊടുക്കാം. അപ്പോൾ അതുപോലെ നമ്മൾ ഫാമിലി ഗ്രൂപ്പിൽ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിങ്ങനെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സിനെയും ഇങ്ങനെ കാണാൻ പറ്റും. ഇപ്പോൾ നമുക്ക് അറിയാത്ത പോലെ ഇനി വരുന്ന ജനറേഷനും അങ്ങനെ നമ്മുടെ ഫാമിലിയെക്കുറിച്ച് അറിയാതിരിക്കാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലൊരു യൂസ്ഫുൾ ആപ്ലിക്കേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനുകളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യുക. പിന്നെ മറക്കാതെ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.